കഴിഞ്ഞ 8.5 വർഷത്തിനിടെ സംസ്ഥാനത്ത് ആരോഗ്യരംഗം ഏറെ മുന്നോട്ട് പോയി കഴിഞ്ഞു. സംസ്ഥാന ആരോഗ്യം, കുടുംബക്ഷേമം, ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയായ വീണ ജോർജ് നയിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള നിയമസഭാ മണ്ഡലത്തിലെ വികസന കാഴ്ചകളാണ് നവകേരളം നവമുന്നേറ്റം ഇന്ന് പങ്കുവയ്ക്കുന്നത്. ആരോഗ്യമേഖലയിൽ മാത്രമല്ല, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങി സമഗ്ര മേഖലകളിലും വലിയ മുന്നേറ്റമാണ് ഈ കാലയളവിൽ നടന്നത്. പത്തനംതിട്ട ജില്ലയിലെ പത്തനംതിട്ട ലോക്സഭാ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമാണ് ആറന്മുള നിയോജക മണ്ഡലം. കോഴഞ്ചേരി താലൂക്കിൽ ഉൾപ്പെടുന്ന പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ആറന്മുള, ചെന്നീർക്കര, ഇലന്തൂർ, കോഴഞ്ചേരി, കുളനട, മല്ലപ്പുഴശ്ശേരി, മിഴുവേലി, നാരങ്ങാനം, ഓമല്ലൂർ എന്നീ പഞ്ചായത്തുകളും തിരുവല്ല താലൂക്കിൽ ഉൾപ്പെടുന്ന ഇരവിപേരൂർ, കോയിപ്രം, തോട്ടപ്പുഴശ്ശേരി എന്നീ പഞ്ചായത്തുകളും ചേർന്ന നിയമസഭാ മണ്ഡലമാണ്. സംസ്ഥാന ആരോഗ്യ, കുടുംബക്ഷേമം, ശിശുവകുപ്പ് മന്ത്രി വീണ ജോർജാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു ചരിത്ര മുന്നേറ്റമാണ് പത്തനംതിട്ട ജില്ലാ കേന്ദ്രത്തിൽ, പ്രത്യേകിച്ച് ആറന്മുള അസംബ്ലി നിയോജക മണ്ഡലത്തിൻ്റെ കേന്ദ്രം കൂടിയാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീമതി വീണ ജോർജ് കഴിഞ്ഞ 8 വർഷം, എനിക്ക് തോന്നുന്നു ഏതാണ്ട് 2,000-2,500 കോടിയിലധികം രൂപയുടെ പദ്ധതികൾ ഇവിടെ കൊണ്ടുവന്നു. ജില്ലാ ആസ്ഥാനം ഉൾപ്പെടുന്ന ആറന്മുള മണ്ഡലത്തിന്റെ പ്രതിനിധിയായ വീണ ജോർജ് തന്നെ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ പത്തനംതിട്ടയുടെ ആരോഗ്യമേഖലയിൽ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾക്കാണ് സാക്ഷ്യമാകുന്നത്. കോഴഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ ആശുപത്രിയിൽ ആധുനിക ബ്ലോക്ക് നിർമ്മാണം ദ്രുതഗതിയിൽ തുടരുകയാണ്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ 30 കോടിയുടെ നിർമ്മാണം നടക്കുന്നു. കെ ശൈലജ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ അന്ന് MLA ആയിരുന്ന വീണ ജോർജ് നിവേദനം നൽകിയതിനെ തുടർന്നാണ് വികസനത്തിനായി കോഴഞ്ചേരി ആശുപത്രിയെ ആരോഗ്യവകുപ്പ് തെരഞ്ഞെടുത്തത്. ഇപ്പോൾ വീണ ജോർജിന് കീഴിലുള്ള ആരോഗ്യവകുപ്പ് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇവിടെ നമ്മുടെ ആശുപത്രി ഒരു മെഡിക്കൽ കോളേജിൻ്റെ നിലവാരത്തിലേക്ക് നമ്മുടെ ആശുപത്രി ഉയരുകയാണ്. ഇതേ സമാനമായിട്ടാണ് കോഴഞ്ചേരിയിലെ നമ്മുടെ ജില്ലാ ആശുപത്രിയും അതിൻ്റെ നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുകയാണ്. ഏറ്റവും അത്യന്താധുനികമായ സൗകര്യങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം തൊട്ടടുത്ത് കോന്നി മെഡിക്കൽ കോളേജുണ്ട്. ആ മെഡിക്കൽ കോളേജിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഇനി പത്തനംതിട്ടയിൽ നിന്ന് ആർക്കും കോട്ടയം മെഡിക്കൽ കോളേജിലോട്ടോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ടും പോകേണ്ട ആവശ്യമില്ല എന്നത് ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു വൻ വികസന മുന്നേറ്റമാണ് ഇവിടെ നടക്കുന്നത്. പഴയ കാഷ്വാലിറ്റി വിഭാഗം നിന്ന സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ജില്ലാ ആശുപത്രിയിലെ ഏറ്റവും പഴക്കമുള്ള കെട്ടിടത്തിലാണ് കാഷ്വാലിറ്റി പ്രവർത്തിച്ചിരുന്നത്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഇവിടെ നിർമ്മിക്കുവാൻ കഴിയുന്ന പരമാവധി നിലകൾ ഉൾപ്പെടുത്തിയാണ് പുതിയ പ്ലാൻ തയ്യാറാക്കിയത്. ജില്ലാ ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുള്ളതിനാൽ പുതിയ OP ബ്ലോക്ക് ഏറ്റവും പ്രയോജനകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പദ്ധതികളാണ് മണ്ഡലത്തിൽ നടപ്പിലാക്കിയത്. 5 കോടി രൂപ ചിലവിൽ കോഴഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ മികവിന്റെ കേന്ദ്രമാക്കി 2 ബ്ലോക്കുകളായാണ് സ്മാർട്ട് ക്ലാസ് റൂം തയ്യാറാക്കിയത്. ഒരു അക്കാദമിക് ബ്ലോക്കും ഒരു ഓഡിറ്റോറിയം ബ്ലോക്കുമാണ് യാഥാർത്ഥ്യമായത്. 11 ക്ലാസ് മുറികളുള്ള 2 ഫ്ലോറിൽ അക്കാദമിക് ബ്ലോക്ക്, അറ്റാച്ച് ചെയ്ത ടോയ്ലറ്റുള്ള ഹെഡ്മിസ്ട്രസിന്റെ മുറി, സ്റ്റാഫ് റൂം, കൗൺസിലിംഗ് മുറിയോടൊപ്പം ടോയ്ലറ്റ്, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രത്യേക ടോയ്ലറ്റ് സൗകര്യം, ഭിന്നശേഷിക്കാർക്കുള്ള ടോയ്ലറ്റ് എന്നീ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാം സ്മാർട്ട് ക്ലാസ് റൂമുകളായാണ് നിർമ്മിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ
നഴ്സിംഗ് കോളേജ് ഉൾപ്പെടെ, അതുപോലെ തന്നെ നമ്മുടെ ഇലന്തൂരിൽ പുതിയ കോളേജിനുള്ള പുതിയ കെട്ടിടം ഉൾപ്പെടെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയുള്ള പദ്ധതികൾ, നിരവധി പദ്ധതികളാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ ലൈബ്രറിയിൽ നിന്ന് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട്. ഓപ്പൺ ഏരിയ ക്ലാസ് റൂമുകൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികൾക്കായുള്ള ഗ്രൗണ്ട് തുടങ്ങിയവ കോഴഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ സവിശേഷതയാണ്. മണ്ഡലത്തിൽ കഴിഞ്ഞ 4 വർഷത്തിനിടെ റോഡുകളുടെയും പാലങ്ങളുടെയും വികസനത്തിൽ മികച്ച പ്രവർത്തനമാണ് പൊതുമരാമത്ത് വിഭാഗം നടത്തിവരുന്നത്. 23.46 കോടി രൂപയുടെ മണ്ണാറക്കുളഞ്ഞി കോഴഞ്ചേരി റോഡ് നവീകരണം പൂർത്തിയായി. 24.33 കോടിയുടെ മഞ്ഞനിക്കര, ഇലവിന്തിട്ട, കിടങ്ങന്നൂർ, മുളക്കുഴ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. PWD റോഡുകൾ, പൊതുമരാമത്ത് റോഡുകളെല്ലാം BMBC നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന റോഡുകൾ ഒരുപക്ഷെ ആറന്മുള നിയോജക മണ്ഡലത്തിന്റെ കോഴഞ്ചേരി ആണെങ്കിലും പത്തനംതിട്ടയാണെങ്കിലും അതിൻ്റെ ഉൾഗ്രാമപ്രദേശങ്ങളിൽ കൂടി പോകുന്ന റോഡുകളെല്ലാം BMBC നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു 10 വർഷത്തേന് നമുക്കിനി ഒരു റീടാറിങ്ങിൻ്റെ ആവശ്യമില്ല. കാലവർഷക്കെടുതിയിൽ വല്ല അറ്റകുറ്റപ്പടി വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ ജില്ലയ്ക്ക് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ ഏറ്റവും വലിയ നേട്ടമായിട്ടാണ് പുല്ലൂർ മൂവാറ്റുപുഴ റോഡ് ഈ നിയോജക മണ്ഡലത്തിന്റെ അരികിലൂടെ കടന്നുപോയിരിക്കുന്നത്. ആ റോഡ് നമുക്കറിയാം, ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ റോഡുകളിൽ ഒന്ന്. കേരളത്തിലെത്തുന്ന VIP-കൾ ഇന്ന് എറണാകുളത്തു നിന്നാണെങ്കിലും തൃശ്ശൂരിൽ നിന്നാണെങ്കിലും അവരെല്ലാം തിരുവനന്തപുരത്തേക്ക് പോകാൻ ഉപയോഗിക്കുന്നത് ഈ മനോഹരമായ ഏതാണ്ട് 780 കോടി രൂപ മുടക്കി നിർമ്മിച്ചിട്ടുള്ള ഈ മലയോര ഹൈവേയിലൂടെയാണ്, പുല്ലൂർ മൂവാറ്റുപുഴ റോഡിലൂടെയാണ്. ശബരിമല തീർത്ഥാടകർക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന ഒരു റോഡ് എന്ന നിലയിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ഈ ജില്ലാ കേന്ദ്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു വലിയ കുതിച്ചുചാട്ടം, ഒരു വികസനത്തിന്റെ കൊടുങ്കാറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. ശബരിമല പ്രവൃത്തികളിൽ 1.5 കോടിയുടെ MC റോഡിന്റെ നവീകരണം പൂർത്തിയായി. പന്തളം ബൈപ്പാസ്, അടൂർ ടൗൺ ബ്രിഡ്ജ് നിർമ്മാണം എന്നിവ ഉൾപ്പെടെ 14.90 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ പൂർത്തിയായി കഴിഞ്ഞു. അബാൻ ജംഗ്ഷൻ ഓവർബ്രിഡ്ജിന്റെ പണികളും കോഴഞ്ചേരി പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. അമ്പത് വർഷം മുമ്പിൽ കണ്ടുള്ള ഒരു വലിയ വികസന പദ്ധതിയാണ് അബാൻ മേൽപ്പാലം. ഇവിടെ നമുക്ക് നമ്മുടെ വാഹനങ്ങൾ ഒരു 10 വർഷം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മുടെ നഗരം? ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഒഴുകിയെത്താൻ പോകുന്നത്. അവിടെയാണ് അബാൻ മേൽപ്പാലത്തിന്റെ പ്രസക്തി. അത് നമ്മുടെ ജില്ലയുടെ തന്നെ ഏറ്റവും വലിയ നേട്ടമായിട്ട് മാറുക. ഏറ്റവും ആധുനികമായ കോടതി സമുച്ചയം, ആ കോടതി സമുച്ചയത്തിന് വേണ്ടിയാണ് 4 ഏക്കർ സ്ഥലമാണ് ഈ നഗരഹൃദയത്തിൽ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. അവിടെ നമ്മുടെ ജില്ലയുടെ എല്ലാ കോടതികളും ഒറ്റ വളപ്പിൽ വരാൻ പോവുകയാണ്. ഇപ്പൊ കോടതികളെ ആശ്രയിക്കുന്ന ആളുകൾ അവിടെ പോകുന്നു, അവിടുന്ന് വണ്ടിയെടുത്ത് അടുത്ത കോടതിയിൽ പോകുന്നു, അവിടുന്ന് ഓട്ടോറിക്ഷ എടുത്ത് മറ്റേ കോടതിയിൽ പോകുന്നു, ഒന്നും വേണ്ട. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ കോർട്ട് കോംപ്ലക്സ് പോലെ, അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട കോടതി സമുച്ചയം പോലെ നമ്മുടെ ജില്ലാ ആസ്ഥാനത്ത് ഒരു കോടതി സമുച്ചയം വരുന്നു
ഇവിടെ മാത്രമല്ല, അടൂരിൽ കോടതി സമുച്ചയം, റാന്നി കോടതി സമുച്ചയം, അങ്ങനെ തിരുവല്ല കോടതി സമുച്ചയം, അങ്ങനെ ഒരു വലിയ വികസന നേട്ടമാണ് കിഫ്ബിയുടെ ഭാഗമായിട്ട്. കിഫ്ബിയിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഒരു സ്ഥലം നമ്മുടെ ജില്ലാ കേന്ദ്രമാണ്, ജില്ലാ ആസ്ഥാനമാണ്, ആറന്മുള നിയോജക മണ്ഡലമാണ്, പത്തനംതിട്ട ജില്ലയാണ്. അത് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സമഗ്ര മേഖലകളിലും വലിയ മുന്നേറ്റമാണ് ഈ കാലയളവിൽ മണ്ഡലത്തിൽ നടന്നിരിക്കുന്നത്. നമ്മുടെ കായിക മേഖലയിൽ, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ, അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ ശബരിമല തീർത്ഥാടകരുടെ ഒരു ഇടത്താവളം എന്ന നിലയിൽ അങ്ങനെ സർവതോമുഖമായ നേട്ടങ്ങൾ നമ്മുടെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആറന്മുള നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഈ ഭരണത്തിന് കീഴിൽ ഹാപ്പിയാണ്, സന്തോഷപ്രദമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആരോഗ്യ സൂചികകളിലും പൊതുജനാരോഗ്യ നിലവാരത്തിലും ലോകത്തിലെ മികച്ച വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് കേരളത്തെ എത്തിക്കുവാൻ ആരോഗ്യവകുപ്പിന് ഇക്കാലയളവിൽ കഴിഞ്ഞു. അതിനെ ചുക്കാൻ പിടിക്കുന്ന മന്ത്രി വീണ ജോർജിന്റെ സ്വന്തം മണ്ഡലവും വലിയ വികസന പ്രവർത്തനങ്ങൾക്കാണ് സാക്ഷിയായത്. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്ര വഴികളിൽ എന്നും സംഭവബഹുലവും വികസനോന്മുഖവുമായ വാർത്തകളിൽ നിറഞ്ഞ മണ്ഡലമാണ് കൊട്ടാരക്കര. സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ പ്രതിനിധാനം ചെയ്യുന്ന കൊട്ടാരക്കരയിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നടപ്പായത് നിരവധി വികസന കാൽവയ്പുകളാണ്. കൊട്ടാരക്കരയുടെ വികസന വിശേഷങ്ങളുമായി നവകേരളം നവമുന്നേറ്റം. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്ര വഴികളിൽ എന്നും സംഭവബഹുലവും വികസനോത്മകവുമായ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന നിയമസഭാ മണ്ഡലമാണ് കൊട്ടാരക്കര. സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ പ്രതിനിധാനം ചെയ്യുന്ന കൊട്ടാരക്കരയിൽ 4 വർഷക്കാലം കൊണ്ട് നടപ്പായത് നിരവധി വികസന കാൽവയ്പുകളാണ്. ആരോഗ്യ, വിദ്യാഭ്യാസ വികസന പദ്ധതികൾക്കൊപ്പം വിവര സാങ്കേതിക, സ്റ്റാർട്ടപ്പ് അധിഷ്ഠിത പദ്ധതികളും നിരവധിയാണ് മണ്ഡലത്തിൽ നടപ്പിലായത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ധാരാളം വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിലാകെ നടന്നത്. അത് കൊട്ടാരക്കര മണ്ഡലത്തിലും ഏറെ കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ നടക്കുകയുണ്ടായി. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച നിരവധി പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എടുത്തു പറയാവുന്ന ധാരാളം കാര്യങ്ങൾ കൊട്ടാരക്കര മണ്ഡലത്തിലുണ്ട്. കൊല്ലം ജില്ലയിലാകെയുണ്ട്, സംസ്ഥാനത്താകെയുണ്ട്. ആരോഗ്യമേഖലയിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്കും ലോകോത്തര നിലവാരത്തിലുള്ള പദ്ധതി പൂർത്തീകരണത്തിലൂടെയാണ് ഈ പദ്ധതി സംസ്ഥാനമൊട്ടാകെ ശ്രദ്ധ നേടിയത്. ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സാ കേന്ദ്രം, സ്ട്രോക്ക് IC എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുള്ള ആശുപത്രിയായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മാറി. 1,88 ലക്ഷം രൂപയാണ് പദ്ധതിക്കാകെ ചിലവായത്. ആരോഗ്യമേഖലയിൽ താലൂക്ക് ആശുപത്രിയുടെ വിപുലമായ കെട്ടിട നിർമ്മാണവും അവിടെ പുതിയ സംവിധാനങ്ങളും പലതും വന്നു കഴിഞ്ഞു. നിർമ്മാണം പൂർത്തീകരിക്കാനുണ്ട് കൊട്ടാരക്കരയുടെ ആശുപത്രിയുടെ അമ്യൂണിറ്റീസ് ബ്ലോക്ക് പൂർത്തീകരിച്ച് കഴിഞ്ഞു. കൊട്ടാരക്കരയിലെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഇപ്പം കരിപ്രയും മൈലവും അതുപോലെ ഉമ്മന്നൂരും എല്ലാം ആ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം നടക്കുകയാണ്. 5.2 കോടി രൂപ മുടക്കി നിർമ്മിച്ച നെടുമൺകാവ് വ്യാപാര സമുച്ചയവും വാഗ്ദാന പാലനത്തിന്റെ മറ്റൊരു അടയാളപ്പെടുത്തലാണ്. കോടതിക്ക് പുതിയ സൗകര്യങ്ങൾ വരുന്നു. പുതിയ റെസ്റ്റ് ഹൗസ് നിർമ്മാണം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണം മാറ്റിവെച്ചു. അതിൻ്റെ ഡിസൈനും ഫൈനൽ സ്റ്റേജിലേക്കായിട്ടുണ്ട്. പുതുതായിട്ട് ഒരു സയൻസ് മ്യൂസിയം അനുവദിക്കുന്നതിന് വേണ്ടി ഈ ബഡ്ജറ്റിൽ പണം മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പിൽഗ്രിം സ്പോട്ടായ തീർത്ഥാടന കേന്ദ്രമായ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വളരെ സൗകര്യങ്ങളുള്ള ഒരു തീർത്ഥാടകർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ഗസ്റ്റ് ഹൗസ് കം തീർത്ഥാടകരെ പിൽഗ്രിം സെൻറ്റർ അവിടെ ആരംഭിക്കാൻ വേണ്ടി പണം അനുവദിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര IHRD എഞ്ചിനീയറിംഗ് കോളേജിന്
16 ലക്ഷം രൂപ ചിലവഴിച്ച് ചുറ്റുമതിലും സുരക്ഷാ സംവിധാനങ്ങളും ലിഫ്റ്റും ഏർപ്പെടുത്തി നവീകരിച്ചു. കൊട്ടാരക്കരയിൽ IT പാർക്ക്, ഒരു IT പാർക്ക് ഇതാദ്യമായിട്ട് കൊട്ടാരക്കരയിൽ വരുന്നു. വർക്ക് നിയർ ഹോം എന്ന് പറയുന്ന IT മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ പദ്ധതി BSNLൻ്റെ അവിടുത്തെ കൊട്ടാരക്കരയിലെ പ്രധാനപ്പെട്ട ഓഫീസിൻ്റെ സ്ഥലത്ത് 10,000 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് 500 പേര് വരെ ജോലി ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനം എന്ന നിലയിലേക്ക് അവിടെ വികസിപ്പിക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ ആദ്യഘട്ടമായിട്ടുള്ള പ്രവർത്തനം നടക്കുകയാണ്. വളരെ വിപുലമായ സൗകര്യങ്ങളുള്ള IT പാർക്ക് KIPയിലെ സ്ഥലത്ത് രവിനഗർ ആസ്ഥാനത്തിനകത്തിപ്പോൾ പണി തുടങ്ങാനുള്ള ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തുകയാണ്. 60 കോടി രൂപയിലധികമാണ് അതിൻ്റെ നിർമ്മാണ ചെലവ്. റോഡ് വികസനത്തിൽ സംസ്ഥാന പാതയും MC റോഡും കടന്നു പോകുന്ന കൊട്ടാരക്കരയിൽ ഗ്രാമീണ റോഡുകൾക്കായി ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കുകയും ചെയ്തു. 40 ലക്ഷം രൂപ ചെലവിൽ എഴുകോൺ ഗ്രാമപഞ്ചായത്തിലെ കുറ്റിക്കാട് ഇടത്തറ റോഡ് നവീകരിച്ചു. നെടുമൺ പഞ്ചായത്തിലെ മൂഴിക്കോട് ഏറാത്ത് ഭാഗം റോഡിന് 25 ലക്ഷം രൂപ, ഓടനാവട്ടം പള്ളിമുക്ക് നാഗർകാവ് റോഡിന് 25 ലക്ഷം രൂപ എന്നിങ്ങനെ തുടരുന്നു റോഡ് വികസനത്തിന്റെ കണക്കുകൾ. കൊട്ടാരക്കരയിലെ ബൈപ്പാസ് ദീർഘകാലമായിട്ടുള്ളൊരു ആഗ്രഹമാണ്. 1 മണിക്കൂർ വരെ അതിലധികവും റോഡ് തടസ്സപ്പെട്ട് കിടക്കുന്ന അനുഭവമുണ്ട്. കൊട്ടാരക്കര MC റോഡിൻ്റെയും കൊല്ലം ചെങ്കോട്ട റോഡിൻ്റെയും സംഗമസ്ഥാനമാണ്. അതുകൊണ്ട് ട്രാഫിക് ബ്ലോക്ക് ഒരു വലിയ പ്രശ്നമായിരുന്നു. അവിടെ ഏകദേശം 300 കോടി രൂപ ചെലവിലാണ് പുതിയൊരു ബൈപ്പാസ് അവിടെ നിർമ്മിക്കാനായിട്ട് ആലോചിച്ചിരിക്കുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാണം അധികം താമസിയാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 2.5 കോടി രൂപ ചിലവഴിച്ച് BM&BC നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ നെല്ലിക്കുന്നം ഇടയാറിപ്പാറ റോഡ് നാടിൻ്റെ ഏറെക്കാലമായ ആവശ്യങ്ങളിലൊന്നായിരുന്നു. അതാണ് ഒടുവിൽ സാക്ഷാത്കരിച്ചത്. കൊട്ടാരക്കരയിൽ MC റോഡിന് സമാന്തരമായി 4 വരി പാത നിർമ്മാണത്തിനായി 110.3 കോടി രൂപ അനുവദിച്ചു. 3 കോടി രൂപ ചെലവിൽ പെരുങ്കുളം കലയപുരം റോഡും നവീകരിച്ചു. കുളക്കടയെയും മണ്ണടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെട്ടിയാറഴികത്ത് പാലം 11.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചാണ് നാടിന് സമർപ്പിച്ചത്. സാംസ്കാരിക കേന്ദ്രമാണ് കൊട്ടാരക്കര. കഥകളിയുടെ കേന്ദ്രമാണ്. ഉപജ്ഞാതാവായ കൊട്ടാരക്കര തമ്പുരാൻ്റെ സ്ഥലമാണ്. കൊട്ടാരക്കരയിൽ കഥകളി പഠന കേന്ദ്രം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം സർക്കാർ ഇപ്പോൾ അനുവദിച്ചു കഴിഞ്ഞു. അതിനുള്ള പണവും അനുവദിച്ചു. പ്രത്യേകം അതിന് ഫണ്ട് MLA എന്ന നിലയിൽ അതിനു വേണ്ടിയുള്ള പണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തി. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഉടനെ ആരംഭിക്കും. വളരെ വിപുലമായ സൗകര്യങ്ങളുള്ള ഒരു കഥകളി പഠന കേന്ദ്രമാണ്. കൊട്ടാരക്കര മണ്ഡലത്തിലെ 3 സർക്കാർ വിദ്യാലയങ്ങൾക്ക് ഹൈടെക് കെട്ടിടമൊരുക്കുന്നതിന് 3.49 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. നഗരസഭയിൽപ്പെടുന്ന കൊട്ടാരക്കര ടൗൺ UP സ്കൂളിന് 1.19 കോടി രൂപയും അവണൂർ ഗവൺമെന്റ് LP സ്കൂളിന് 1.3 കോടി രൂപയും എഴുകോൺ ഗ്രാമപഞ്ചായത്തിൽപ്പെടുന്ന ഇരുമ്പനങ്ങാട് ഗവൺമെന്റ് LP സ്കൂളിന് 1 കോടി രൂപയുടെയും വികസന പ്രവർത്തനമാണ് നടന്നുവരുന്നത്. കൊട്ടാരക്കര ടൗൺ സ്ക്വയർ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണം അനുവദിച്ചിട്ടുണ്ട്. അവിടെ ശ്രീ R ബാലകൃഷ്ണപിള്ള സാറിൻ്റെ പേരിലുള്ള ഒരു സ്മാരക മന്ദിരം അവിടെ 2 കോടി രൂപ മുടക്കി അവിടെ നിർമ്മിക്കുന്നുണ്ട്. ഇതുകൂടാതെ ആ ടൗൺ സ്ക്വയർ വിപുലമായ സൗകര്യങ്ങളോടുകൂടി വികസിപ്പിക്കുന്നുണ്ട്. $2.84 കോടി രൂപ ചെലവഴിച്ചാണ് ആധുനിക സംവിധാനങ്ങളോടെ പുത്തൂർ മാർക്കറ്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. മാർക്കറ്റുകൾക്ക് വേണ്ടി പണം അനുവദിച്ചിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തിലും മാർക്കറ്റുകൾ വരുന്നുണ്ട്. ഉമ്മന്നൂർ പഞ്ചായത്തിൽ അതിന് സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിന് പറ്റിയ സ്ഥലം അവിടെ കിട്ടിയിട്ടില്ല. ബാക്കി എല്ലാ സ്ഥലത്തും മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ള പണം അനുവദിച്ചു. നെടുവങ്കാവിൽ കരിപ്ര പഞ്ചായത്തിൽ അത് പൂർത്തീകരിച്ചു. കുളക്കട പഞ്ചായത്തിൽ അത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. മൈലത്തും മറ്റും ഇപ്പോൾ അതിൻ്റെ ടെൻഡറിങ് സ്റ്റേജിലേക്ക് എത്തുകയാണ്. സ്ഥലം ഇപ്പോൾ പണം അനുവദിച്ചിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ നിർമ്മാണം തുടങ്ങി. അങ്ങനെ ഓരോ പഞ്ചായത്തിലും മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൊട്ടാരക്കരയിൽ സർക്കാർ നഴ്സിംഗ് കോളേജിന് അനുമതി നേടി പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കൊട്ടാരക്കര KSRTC ഡിപ്പോകളുടെ നവീകരണത്തിന് ഫ്രാബ് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ 7 കോടി രൂപ ചെലവഴിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ നഴ്സിംഗ് കോളേജ് കൊട്ടാരക്കരയിൽ വന്നു. BSc നഴ്സിംഗ് കോളേജ് CPASന്റെ MG യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള CPASന്റെ നേതൃത്വത്തിൽ പുതിയ നഴ്സിംഗ് കോളേജ് എത്തിയിട്ടുണ്ട്.
തുടങ്ങിയിട്ടുണ്ട്. IHRD ക്യാമ്പസിൽ പുതിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആരംഭിച്ചു. 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് അങ്ങനെ വന്നത്. മൈലം പഞ്ചായത്ത് ഗ്രൗണ്ട് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് 2 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. 9.35 കോടി രൂപ ചെലവഴിച്ച് കൊട്ടാരക്കര ആയുർവേദ ആശുപത്രിയും നവീകരിച്ചതും വികസനത്തിന്റെ മറ്റൊരു മാതൃകയാണ്. കൊട്ടാരക്കരയിലെ എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളങ്ങൾ, ആധുനിക കളിക്കളങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര ടൗൺ ബോയ്സ് ഹൈസ്കൂളിലെ ഗ്രൗണ്ട് 2 കോടിയോളം രൂപ മുടക്കിയിട്ടാണ് അത് വിപുലീകരിക്കുന്നത്. കുളക്കട പഞ്ചായത്തിലെയും നെടുവത്തൂർ പഞ്ചായത്തിലെയും വെളിയം പഞ്ചായത്തിലെയും കരിപ്ര പഞ്ചായത്തിലെയും ഒക്കെ നിർമ്മാണം ഏകദേശം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഉമ്മന്നൂർ പഞ്ചായത്തിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എഴുകോൺ പഞ്ചായത്തിൽ ഇപ്പോൾ ആ പ്രവർത്തനം ആരംഭിച്ചു. മൈലം പഞ്ചായത്തിൽ അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ സ്ഥലത്തും പുതിയ കളിക്കളങ്ങൾ വന്നു. വെളിയം ഗ്രാമപഞ്ചായത്തിൽ കാർഷിക മേഖലയിൽ നിരവധി വികസന പദ്ധതികളാണ് ഇക്കാലയളവിൽ നടപ്പിലാക്കിയത്. കർഷകരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന KIPയുടെ മെയിൻ്റനൻസ്, അത് വെള്ളമൊഴുകാത്ത സ്ഥലത്ത് മെച്ചപ്പെടുത്താനും കനാലുകൾ വൃത്തിയാക്കാനുമുള്ള പണം വേറെ അനുവദിച്ചിട്ടുണ്ട്. പുതിയ പാലം, അവിടെ കല്ലടയാറിന് കുറുകെയുള്ള പാലം നിർമ്മിച്ചു കഴിഞ്ഞ് അതിൽ കൂടെ നമ്മുടെ മണ്ണടിയിൽ നിന്ന് നേരെ കണക്ട് ചെയ്യുന്ന പാലം അവിടെ നിർമ്മിച്ച് ഉദ്ഘാടനം കഴിഞ്ഞു. അതുപോലെ വലിയ ഒരു പാലവും റോഡും 10 കോടിയിലധികം മുടക്കും വരുന്ന പാലം, നെടുമങ്കാവ് വെളിയം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുതിയ പാലം, നെടുമങ്കാവ് എന്നുള്ള പുതിയ നമ്മുടെ പ്രധാനപ്പെട്ട റോഡിലുള്ള പാലം തുടങ്ങിയത് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ മേഖലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എടുത്തു പറയാവുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. സന്തോഷകരമാണ് ഈ വികസന കാര്യങ്ങൾ. അത് ധനകാര്യമന്ത്രി എന്ന നിലയിൽ എനിക്ക് എടുത്തു പറയാനുള്ളത്, കേരളത്തിലെ എല്ലാ മേഖലയിലും വലിയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിന് ഉള്ള ശ്രമം ഈ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കേരളം ഇതുവരെ കാണാത്ത തരത്തിലുള്ള വലിയ വികസനം നാഷണൽ ഹൈവേ മുതൽ മറ്റടിസ്ഥാന സൗകര്യങ്ങൾ വിഴിഞ്ഞം ഉൾപ്പെടെ ഉള്ള ധാരാളം കാര്യങ്ങൾ വരുന്നു. കൊല്ലം ജില്ലയെ സംബന്ധിച്ച്, കൊട്ടാരക്കരയെ സംബന്ധിച്ചും വലിയ വികസനം ഉണ്ടാകുന്നതാണ്. നമ്മുടെ വിഴിഞ്ഞം, കൊട്ടാരക്കര, പുനലൂർ ഈ വികസന ഈ ത്രികോണം എന്ന നിലയിലേക്ക് വലിയൊരു രൂപയിലെ പരിപാടി വരും. 1000 കോടി രൂപയുടെ നിക്ഷേപമാണ് അതിന് വരുന്നത്. MC റോഡും കൊല്ലം ചെങ്കോട്ട റോഡും വികസിപ്പിക്കുന്നതിനുള്ള പരിപാടി നടന്നു വരുന്നു. ഇതെല്ലാം വലിയ മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ വികസന പദ്ധതികൾക്കൊപ്പം വിവര സാങ്കേതിക സ്റ്റാർട്ടപ്പ് അധിഷ്ഠിത പദ്ധതികളും നിരവധിയാണ് പോയ നാളുകളിൽ കൊട്ടാരക്കരയിൽ നടപ്പായത്.